ഹലോ ഹായ് നമസ്കാരം. ഞാൻ റഷീദ് തായ്ലാർ. ഇന്നിവിടെ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ അല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. ഫോട്ടോഗ്രാഫി മലയാളം UAE ടീമിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് ഗെറ്റ് ടുഗദർ എന്നുള്ള പരിപാടി ഈ കഴിഞ്ഞ മെയ് 27 വെള്ളിയാഴ്ച വൈകുന്നേരം ദുബായ് ക്രീക്ക് പാർക്കിൽ വെച്ച് നടന്നിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവെക്കുന്നത്. മെയ് 27 വൈകുന്നേരം, വെള്ളിയാഴ്ച വൈകുന്നേരം ഞാനും നമ്മുടെ ദുബായ് ടീമിൻ്റെ അഡ്മിനായ മുനീർ PVയും 4 മണിക്ക് തന്നെ ക്രീക്ക് പാർക്കിൽ എത്തിയിരുന്നു. ഏകദേശം 52ഓളം അംഗങ്ങളാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. പരിപാടി തുടങ്ങിയ ഉടനെ തന്നെ ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം നമ്മുടെ ദുബായ് ടീമിലെ തന്നെ അംഗമായ പ്രമുഖ ഫോട്ടോഗ്രാഫർ ശ്രീ PKR കുമാറിൻ്റെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു സെഷനായിരുന്നു. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ പ്രായോഗിക പരിശീലനം നൽകുന്ന ഒരു പരിപാടിയായിരുന്നു അത്. പങ്കെടുത്ത എല്ലാവർക്കും അവരുടെ സംശയങ്ങൾ ചോദിക്കാനും അതിന് എങ്ങനെയാണ് പ്രാക്ടിക്കലി അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനുള്ള ഒരു മാർഗവും നമ്മുടെ കുമാർജി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പങ്കെടുത്ത ഓരോരുത്തർക്കും അവർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ അവൈലബിൾ ലൈറ്റ് എങ്ങനെ യൂസ് ചെയ്യാം, അതേപോലെ ബാക്ക് ലൈറ്റ് കലാപരമായി എങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗപ്പെടുത്താം, ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ പോർട്രേറ്റ് കമ്പോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറേ പോയിൻറ്റ്സാണ് ശ്രീ കുമാർ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പങ്കെടുത്ത ഓരോരുത്തരും അവർ പ്രാക്ടിക്കലായി ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കി അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ ആ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനും പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾക്കായിട്ട് തന്ന ശ്രീ PKR കുമാറിന് ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. PKR കുമാറിൻ്റെ ഈ ക്ലാസ്സിന് ശേഷം നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളായിരുന്നു. പല പല വിഷയങ്ങളിലെ ഫോട്ടോഗ്രാഫി മത്സരങ്ങളായിരുന്നു. ആദ്യമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫ്രീസ് ആക്ഷൻ ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു സംഭവമായിരുന്നു. 2 ബോൾ ഉപയോഗിച്ച് ഒരു ബോൾ മറ്റേ ബോളിലോട്ട് എറിയുമ്പോൾ അത് ടച്ച് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ ഒട്ടുമിക്ക പേർക്കും കൃത്യമായ ടൈമിങ് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും 2-3 പേര് കൃത്യമായ ടൈമിങ് അതിൽ കണ്ടെത്തി. ആ മത്സരത്തിന് ശേഷം ഒരു പ്രാക്ടിക്കൽ എന്നുള്ള നിലക്ക് ഒരു 15 മിനിറ്റോളം മറ്റുള്ളവരത് എല്ലാവരും തന്നെ ആ ഒരു പെർഫെക്റ്റ് ഷോട്ട് കിട്ടുന്നതുവരെയും അത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം വന്ന മറ്റൊരു മത്സരമായിരുന്നു, അതായത് പഴയകാലത്തെ ഫിലിം ക്യാമറയിൽ ഫോട്ടോ എടുത്തിരുന്ന രീതിയിൽ ഡിജിറ്റൽ SLR ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുക അങ്ങനെയുള്ളൊരു മത്സരമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ LCD പേപ്പറും റബ്ബർ ഉപയോഗിച്ച് LCD കവർ ചെയ്തു. അതിനുശേഷം അവരോട് ക്യാമറയിലെ കംപ്ലീറ്റ് എക്സ്പോഷർ സെറ്റിങ്സ് മാറ്റിയിട്ട് വീണ്ടും അവർക്ക് ക്യാമറ തിരിച്ചു നൽകുകയും അവർ വ്യൂ ഫൈൻഡറിലൂടെ നോക്കി ക്യാമറയുടെ സെറ്റിങ്സ് കറക്റ്റ് ചെയ്ത് പോർട്രേറ്റ് എടുക്കുക എന്നുള്ളത് ഒരു മത്സരമായിരുന്നു കൊടുത്തിരുന്നത്. അതിൽ ഒരുവിധം എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ എക്സ്പോഷർ കൺട്രോൾ ചെയ്തിട്ട് ഫോട്ടോസ്
LCD നോക്കാതെ തന്നെ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ചിത്രങ്ങൾ പരിശോധിച്ചത് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ എക്സ്പേർട്ടായ ലത്തീഫ്, അതേപോലെ അബ്ദുൽ മുനീർ, റഹീം അമേസിംഗ്, PKR കുമാർ, ഇവരൊക്കെയാണ് ഈ ചിത്രങ്ങൾ പരിശോധിച്ച് അവസാനം ഒരു വിജയെ തിരഞ്ഞെടുത്തത്. അത് ശരിക്കും എല്ലാവരുടെയും തന്നെ ചിത്രങ്ങൾ വളരെ ക്വാളിറ്റി ഉള്ളതായിരുന്നു. സന്ധ്യയോടുകൂടി ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ വൈൻഡ് അപ്പ് ചെയ്തു. അതിന് മുൻപേ ആയി നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ നടന്നിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ശേഷം ഈ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് ഉള്ള സമ്മാന വിതരണം നടന്നു. ഇതിൻ്റെ വീഡിയോ നമ്മൾക്കായി കവറേജ് ചെയ്തത് ജോഷി അവള എന്നുള്ള ഒരു UAE ടീമിലെ ഒരു അംഗം തന്നെയാണ്. അപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.